കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ കേട്ടറ്റ് LP UPക്കാർക്ക് വേണ്ടിയിട്ട് സൈക്കോളജി പഠിച്ചു തുടങ്ങാം. ചോദ്യങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. ചോദ്യങ്ങളിലൂടെ സിലബസ് മുഴുവൻ കവർ ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സൈക്കോളജി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഗ്രീക്ക്. സൈക്കോളജി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഗ്രീക്ക്. സൈക്കോളജി എന്ന പദത്തിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ ശാസ്ത്രം. സൈക്കോളജി എന്ന പദത്തിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ ശാസ്ത്രം. സൈക്കോളജിയെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് ആര്? അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ. സൈക്കോളജിയെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് ആര്? അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ. സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് ആര്? കാന്റ്. ആത്മാവിൻ്റെ ശാസ്ത്രമാണ് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും. മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് കാന്റാണ്. അതിനുശേഷം സൈക്കോളജിയെ ബോധത്തിൻ്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചു. അതാരാണ്? വില്യം ജെയിംസും വില്യം വൂണ്ടും. ആദ്യം ആത്മാവിൻ്റെ ശാസ്ത്രം, പിന്നീട് മനസ്സിൻ്റെ ശാസ്ത്രമായി, പിന്നെ ഇത് ബോധത്തിൻ്റെ ശാസ്ത്രമാണെന്ന് നിർവചിച്ചത് വില്യം ജെയിംസും വില്യം വൂണ്ടുമാണ്. സൈക്കോളജിയെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് ആരാണ്? JB വാട്സൺ. അവസാനമായിട്ട് സൈക്കോളജിയെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് നിർവചിച്ചത് JB വാട്സൺ ആണ്. ഇതിനെല്ലാം ശേഷം RS വുഡ്സ്വർത്ത് പറയുന്നുണ്ട്, ആദ്യം ആത്മാവ് നഷ്ടമായി, പിന്നെ മനസ്സ്, പിന്നെ ബോധം, ഇപ്പോൾ ഒരു വ്യവഹാരമുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? RS വുഡ്സ്വർത്ത്. അതായത് ആദ്യം ആത്മാവിൻ്റെ ശാസ്ത്രമാണെന്ന് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും പറഞ്ഞു. അതിനുശേഷം ആത്മാവിൻ്റെ അല്ല മനസ്സിൻ്റെ ശാസ്ത്രമാണെന്ന് കാന്റ് പറയുന്നു. ദെൻ ബോധത്തിൻ്റെ, ആത്മാവും മനസ്സുമല്ല ബോധത്തിൻ്റെ ശാസ്ത്രമാണെന്ന് പറയുന്നത് വില്യം ജെയിംസും വില്യം വൂണ്ടും. പിന്നീട് വ്യവഹാരത്തിൻ്റെതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് JB വാട്സൺ. അപ്പോൾ ആദ്യം ആത്മാവ് നഷ്ടമായി, പിന്നെ മനസ്സ്, പിന്നെ ബോധം, ഇപ്പോൾ ഒരു വ്യവഹാരമുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? RS വുഡ്സ്വർത്ത്. സൈക്കോളജിയെ വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രം എന്ന് പറയുന്നത് ആരാണ്? സ്കിന്നറാണ്. വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രം എന്ന് നിർവചിച്ചത് സ്കിന്നറാണ്. സൈക്കോളജി എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? സൈക്കെ പ്ലസ് ലോഗോസ് ചേർന്നിട്ടാണ് സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടത്. സൈക്കോളജിയുടെ പിതാവ് ആരാണ്? വില്യം വൂണ്ട്. സൈക്കോളജിയുടെ പിതാവ് വില്യം വൂണ്ട്. ഇത്രയാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക്സ്.